കൂട്ടുകച്ചവടത്തിൽ കൂടി നിങ്ങൾക്ക് ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വളരെ കുറച്ച് കടബാധ്യതകൾ, പ്രധാനപ്പെട്ട കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാനായിട്ട് സാധിക്കും. പ്രണയം സഫലമാകും എന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ നാളുകളായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രണയം തുറന്നു പറയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും പുരസ്കാരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഈ വർഷത്തിൽ മകം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഈ കുറച്ച് നാളുകളായിട്ട് സന്താനം ഭാഗ്യമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് മകൻ നക്ഷത്രജാതരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഈ വർഷം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ വിഷുവർഷം കൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കും. നല്ല രീതിയിലുള്ള ഉദ്യോഗങ്ങൾ, ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഉദ്യോഗങ്ങൾ ലഭിക്കുന്ന ഒരു കാലയളവാണ്. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയില്യം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ മകൻ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. മകൻ നക്ഷത്രജാതരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിടുന്ന ഒരു കാലയളവാണ്. കാരണം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ വിദേശ പഠനത്തിനായൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ തോതിൽ ആദ്യത്തെ ഒരു 2-3 മാസക്കാലം ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. പിന്നെ രണ്ടാമത് പ്രധാനമായിട്ടുള്ളത് കൂട്ടുകച്ചവടത്തിൽ കൂടി നിങ്ങൾക്ക് ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഉദ്യോഗങ്ങൾ, ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഉദ്യോഗങ്ങൾ ലഭിക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ പ്രണയം സഫലമാകുന്ന ഒരു വർഷമാണ് മകൻ നക്ഷത്രത്തിന് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രധാനമായിട്ടും രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു ഭവിക്കാൻ, പ്രായഭേദമന്യേ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് 2026 വിഷു വർഷം മകത്തിനെ സംബന്ധിച്ച്. വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ അതിനോടൊപ്പം സമയദോഷപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സമയം ദോഷം എന്നുള്ളത് ഒരു ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിക്കുക. സമയദോഷത്തിന് ദൈവികമായ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ തന്നെ ദോഷത്തിന് മറ്റാർക്കും ഒരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ പരിഹരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പ്രധാനമായിട്ടും എടുത്തു പറയുകയാണ്. നല്ല ഗുരുക്കന്മാരെയും നല്ല സുഹൃത്തുക്കളെയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷം മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ, ഒരു കാര്യവും കാണില്ല, ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷയം നിലനിർത്തിക്കൊണ്ട് കുറച്ച് നാളുകൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പിണക്കം വരുവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യവും കാണില്ല, പക്ഷേ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഉടക്കുക എന്നൊക്കെ ഉള്ളൊരു സംഭവം മിക്കവാറും ഒക്കെ ഉള്ള മകൻ നക്ഷത്രജാതരായിട്ടുള്ളവരുടെ ഫാമിലി ലൈഫൊക്കെ അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണില്ല, പക്ഷേ ചുമ്മാ ഇങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കും. അത് പക്ഷേ ഇപ്രാവശ്യത്തെ ഉടക്ക് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാനൊക്കെ ഉള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ടൊരു സംയമന മനോഭാവത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മക്കൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഈ വർഷത്തിൽ മകം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകും. അതുപോലെ സന്താന ലാഭം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കുറച്ച് നാളുകളായിട്ട് സന്താനം ഭാഗ്യമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് മകൻ നക്ഷത്രജാതരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഈ വർഷം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ വിഷുവർഷം കൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കുന്ന ഒരു കാലയളവാണ്. സാമ്പത്തികപരമായി നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കുറേയൊക്കെ, ഒരുപാട് നല്ല ഞാൻ പറയുന്നത് കുറേയൊക്കെ, ഒരു 40-60% വരെയൊക്കെ നിങ്ങൾക്കതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. കടബാധ്യതകൾ വളരെ കുറച്ച് കടബാധ്യതകൾ, പ്രധാനപ്പെട്ട കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാനായിട്ട് സാധിക്കും. സമാധാനപരമായിട്ടൊന്ന്
സ്വസ്ഥമായി ഈ സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങളുടെ വിഷയങ്ങൾ ആലോചിച്ച് ഉറക്കമില്ലായ്മയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി കുറച്ച് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. തൊഴിൽപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതാണ്, തൊഴിലന്വേഷകർക്ക് വളരെ നല്ല ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഫലങ്ങൾ, നല്ല രീതിയിലുള്ള ദൈവാനുഗ്രഹം ഈ വിഷു വർഷത്തിൽ തൊഴിലന്വേഷകരായിട്ടുള്ള മകനക്ഷത്ര ജാതർക്കുണ്ട്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഉദ്യോഗത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. പ്രണയ സംബന്ധമായി പ്രണയം സഫലമാകും എന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ നാളുകളായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രണയം തുറന്നു പറയുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും അത് സഫലമാകുകയും ചെയ്യുന്നൊരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. വിവാഹപരമായിട്ട് വിവാഹത്തിന് മകനക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് വളരെ ഗുണകരമായ വർഷവും പുരുഷ ജനങ്ങൾക്ക് അത്ര ശുഭകരമല്ലാത്ത വർഷവുമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല. കുറച്ചൊക്കെ ഒന്ന് അലഞ്ഞു തിരിയേണ്ടേക്ക് വരും, എന്നിട്ടേ നിങ്ങൾക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ദൈവാനുഗ്രഹമുള്ള വൈവാഹിക ബന്ധങ്ങളായിരിക്കും ഈ വിഷുവർഷക്കാലത്തിൽ മകനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് കടന്നു വരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് മകനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. പ്രത്യേകിച്ച് രക്തസംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട്. രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് രക്തം ശുദ്ധീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ രക്തത്തിൽ ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിലരുടെ ബോഡി അനീമിക് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. ഇല്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു എന്താ പറയുക പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യം നോക്കി മുമ്പോട്ട് പോകുവാനായിട്ട്. കൂട്ടത്തിൽ വ്യാവസായികപരമായിട്ട് ഞാനത് പറഞ്ഞു വന്നപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. വ്യാവസായികപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂട്ടുകച്ചവടത്തിൽ കൂടി ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മകനക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. പക്ഷേ കൂട്ടുകച്ചവടത്തിലോട്ട് ഇറങ്ങുമ്പോൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ചതിക്കാത്തവരാണ് എന്ന് നിങ്ങൾ കുറച്ച് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരുമായി ചേർന്നുകൊണ്ട് നടത്താവൂ. ഇല്ലെങ്കിൽ സ്വയം ഒരു വ്യവസായം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും അതിൽ ഗുണമുണ്ടാകുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ചും ക്ഷീര സംബന്ധമായിട്ടോ ഭക്ഷണ സംബന്ധമായിട്ടോ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ പോലുള്ള സംരംഭങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങിയാൽ ഈ വിഷു വർഷക്കാലത്തിൽ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭം കൊയ്തെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദോഷപരിഹാരാർത്ഥം മകനക്ഷത്ര ജാതരായിട്ടുള്ളവർ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ഇന്ന ദിവസം മാത്രം പോകണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ശിവനെ ശരണം പ്രാപിച്ച് മുമ്പോട്ട് പോവുക. ഭഗവാന് ജലധാരയും കൂവളമാലയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചനയും ഒക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ, വ്യാഴാഴ്ച തോറും തൃക്കൈവെണ്ണയും പാൽപ്പായസവും അല്ലെങ്കിൽ തുളസിഹാരവും ഒക്കെ കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ ഭാഗ്യസൂക്താർച്ചന കൂടി കഴിപ്പിച്ചാൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന കൂടി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മകനക്ഷത്ര ജാതർക്ക് ഈ കാലയളവിൽ കുറേ കൂടി ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മുമ്പോട്ട് പോവുക. കുറേ ഗുണാനുഭവങ്ങളും എന്നാൽ അതോടൊപ്പം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈശ്വരാധീനം ഉള്ള ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷം മകനക്ഷത്ര ജാതരെ സംബന്ധിച്ച്. പക്ഷേ ആ ഈശ്വരാധീനം നമ്മളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്തു പോവുക. എല്ലാ മകം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.